നമസ്കാരം. ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. ദോഹയിൽ ഹമാസ് ചർച്ചക്കാർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെ ഗസയിലെ ശേഷിക്കുന്ന ബന്ദികളുടെ പ്രതീക്ഷയെല്ലാം ബെഞ്ചമിൻ നെതന്യാഹു ഇല്ലാതാക്കിയെന്ന് ഖത്തർ പ്രധാനമന്ത്രി അൽത്താനി. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്നും അൽത്താനി. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ഖത്തർ അമീറുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റത്തെ ഇന്ത്യ അപലപിക്കുന്നതായും പ്രധാനമന്ത്രി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽത്താനിയെ അറിയിച്ചു. യുഎസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലംകൈയും വലതുപക്ഷ നേതാവുമായ ചാർലി കിർക്ക് യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ നടന്ന പരിപാടിക്കിടെ അക്രമിയുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. യുഎസിൽ ഞായറാഴ്ച വരെ ദുഃഖാചരണം. ഇന്തോനേഷ്യയിലെ 2 പ്രവിശ്യകളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ച 15 പേരുടെ മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തു. 10 പേരെ കാണാതായി. വാർത്തകൾ വിശദമായി. ചൊവ്വാഴ്ച ദോഹയിൽ ഹമാസ് ചർച്ചക്കാർക്ക് നേരെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തോടെ ഗാസയിലെ ശേഷിക്കുന്ന ബന്ദികളുടെ പ്രതീക്ഷയെല്ലാം ബെഞ്ചമിൻ നെതന്യാഹു ഇല്ലാതാക്കിയെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി പറഞ്ഞു. ഇസ്രായേൽ പ്രധാനമന്ത്രിയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരേണ്ടതുണ്ട് എന്നും അൽത്താനി പറഞ്ഞു. ബുധനാഴ്ച CNN നൽകിയ അഭിമുഖത്തിൽ ഖത്തർ തലസ്ഥാനത്ത് നടന്ന മാരകമായ ആക്രമണത്തെ സ്റ്റേറ്റ് ഭീകരത എന്ന് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽത്താനി വിശേഷിപ്പിച്ചു. കഴിഞ്ഞ ദിവസത്തെ ഇസ്രായേൽ ആക്രമണത്തിൽ യുഎസും മറ്റ് ഗൾഫ് രാജ്യങ്ങളും മധ്യസ്ഥത വഹിച്ച വെടിനിർത്തൽ കരാറിനെ കുറിച്ച് ചർച്ച നടത്തിക്കൊണ്ടിരുന്ന 6 ഹമാസ് അംഗങ്ങൾ കൊല്ലപ്പെട്ടിരുന്നു. യുഎസിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലംകൈയും വലതുപക്ഷ നേതാവുമായ ചാർലി കിർക്ക് യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ നടന്ന പരിപാടിക്കിടെ അക്രമിയുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. യുഎസിൽ ഞായറാഴ്ച വരെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ടേണിംഗ് പോയിന്റ് USA സിഇഒയും സഹസ്ഥാപകനുമായ 31-കാരനായ കിർക്കിന് ക്യാമ്പസിലെ ഒരു പരിപാടിക്കിടെ കഴുത്തിൽ വെടിയേൽക്കുകയും പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരിക്കുകയും ചെയ്തുവെന്ന് ട്രംപ് സ്ഥിരീകരിച്ചു. അമേരിക്കൻ ദേശസ്നേഹിയായ ചാർലി കിർക്കിന്റെ ബഹുമാനാർത്ഥം ഞായറാഴ്ച വൈകുന്നേരം 6 മണി വരെ രാജ്യത്തുടനീളമുള്ള എല്ലാ അമേരിക്കൻ പതാകകളും ഹാഫ് മാസ്കിലേക്ക് താഴ്ത്താൻ ഉത്തരവിട്ടിട്ടുണ്ട് എന്നും ട്രംപ് പറഞ്ഞു. പോലീസ് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണ്. പോളിഷ് വ്യോമാതിർത്തിയിലേക്ക് റഷ്യൻ ഡ്രോണുകൾ നടത്തിയ കടന്നുകയറ്റത്തിനെതിരെ പോളണ്ടും നാറ്റോ സഖ്യകക്ഷികളും പ്രതികരിച്ചതോടെ 2ാം ലോക മഹായുദ്ധത്തിനു ശേഷം ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തത്ര സൈനിക സംഘർഷത്തിലേക്ക് രാജ്യം അടുത്തിരിക്കുകയാണ് എന്ന് പോളണ്ട് പ്രധാനമന്ത്രി ഡൊണാൾഡ് ടസ്ക് പറഞ്ഞു. 3 വർഷങ്ങൾക്ക് മുൻപ് നടന്ന പൂർണ്ണതോതിലുള്ള അധിനിവേശത്തിനു ശേഷം ബുധനാഴ്ച പുലർച്ചെ യുക്രൈനെതിരായ റഷ്യയുടെ ആക്രമണം നാറ്റോ പ്രദേശത്തേക്ക് വ്യാപിച്ചതോടെ പോളണ്ട് സ്വന്തം നാറ്റോ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് കുറഞ്ഞത് 3 ഡ്രോണുകളെങ്കിലും വെടിവെച്ചിട്ടു. തുടർന്ന് നാറ്റോ സഖ്യകക്ഷികൾ രാജ്യത്തിന്റെ വ്യോമ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതിന് ശക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടെന്ന് വാർസോ പറഞ്ഞു. സഖ്യത്തിന്റെ കിഴക്കൻ ഭാഗത്തെ സംരക്ഷിക്കുന്നതിനായി ടൈഫൂൺ ജെറ്റുകൾ വിന്യസിക്കുന്നത് UK പരിഗണിക്കുകയാണ്. ഇന്തോനേഷ്യയിലെ 2 പ്രവിശ്യകളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ മരിച്ച 15 പേരുടെ മൃതദേഹങ്ങൾ രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തു. 10 പേരെ കാണാതായതായി അധികൃതർ അറിയിച്ചു. തിങ്കളാഴ്ച ആരംഭിച്ച പേമാരിയിൽ കിഴക്കൻ നുസ ടെങ്കാര പ്രവിശ്യയിലും ബാലി ദ്വീപിലും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഉണ്ടായി. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായ മൗപോങ്കോ ഗ്രാമത്തിൽ ചെളിക്കടിയിൽ നിന്നും മൃതദേഹങ്ങൾ ബുധനാഴ്ച രക്ഷാപ്രവർത്തകർ കണ്ടെടുത്തതായി ഉദ്യോഗസ്ഥർ പറഞ്ഞു. ചൈനീസ് പൗരന്മാരെ അവരുടെ ബഹിരാകാശ പദ്ധതികളിൽ പ്രവർത്തിക്കുന്നതിൽ നിന്ന് തടഞ്ഞ് നാസ യുഎസും ചൈനയും തമ്മിലുള്ള തീവ്രമായ ബഹിരാകാശ മത്സരം കാരണം സാധുവായ വിസയുടെ ചൈനീസ് പൗരന്മാരെ അവരുടെ പ്രോഗ്രാമുകളിൽ ചേരുന്നതിൽ നിന്ന് നാസ വിലക്കാൻ തുടങ്ങി. ജോലിയുടെ സുരക്ഷ ഉറപ്പാക്കാൻ നാസയുടെ സൗകര്യങ്ങളിലേക്കും മെറ്റീരിയലുകളിലേക്കും നെറ്റ്വർക്കിലേക്കും ഭൗതികവും സൈബർ സുരക്ഷയും ആക്സസ് ചെയ്യുന്നത് നിയന്ത്രിക്കുന്നതുൾപ്പെടെ ചൈനീസ് പൗരന്മാരുമായി ബന്ധപ്പെട്ട ആഭ്യന്തര നടപടികൾ നാസ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്ന് നാസ പ്രസ് സെക്രട്ടറി ബെഥാനി സ്റ്റീവൻസ് ബുധനാഴ്ച പറഞ്ഞു. അടുത്തതായി യൂറോപ്പ് ന്യൂസിലേക്ക്. ഇംഗ്ലീഷ് ചാനലിൽ അനധികൃത കുടിയേറ്റ ബോട്ട് മറിഞ്ഞ് 3 പേർ കൊല്ലപ്പെട്ടു. ഫ്രാൻസിലെ കാലയ്ക്ക് സമീപം ഇംഗ്ലീഷ് ചാനൽ കടക്കാൻ ശ്രമിച്ചപ്പോൾ അനധികൃത കുടിയേറ്റ ബോട്ട് മറിഞ്ഞ് 3 പേർ ദാരുണമായി കൊല്ലപ്പെട്ടു. ഇവർ കൂട്ടത്തോടെ യാത്ര ചെയ്തിരുന്ന ഒരു റബ്ബർ ബോട്ട് അപകടത്തിൽപ്പെട്ടതാണ് ദുരന്തത്തിന് ഇടയാക്കിയത്. 70-ലധികം പേരെ കയറ്റിയത് മൂലമുള്ള അമിത ഭാരമാണ് ദുരന്തത്തിന് കാരണമെന്ന് ഫ്രഞ്ച് പോലീസ് പറഞ്ഞു. ആദ്യം മരിച്ചവരിൽ 2 പേർ യുവാക്കളെന്നാണ് ഔദ്യോഗിക വിലയിരുത്തൽ. മരിച്ചവർ ഈജിപ്തിലും തെക്കുകിഴക്കൻ ഏഷ്യയിലും നിന്നുള്ളവരായിരിക്കാമെന്നാണ് പുറത്തുവരുന്ന പ്രാഥമിക വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. കാലയ്ക്ക് സമീപമുള്ള സാങ്ങാട്ടയിൽ പുലർച്ചെയാണ് രക്ഷാപ്രവർത്തനം നടന്നത്. 115 പേരുമായി വന്ന മറ്റൊരു ബോട്ടിനെ ഫ്രഞ്ച് നേവി സുരക്ഷിതമായി കരക്കെത്തിച്ചു. ഇത്രയും ആളുകളെ ഒരുമിച്ച് രക്ഷപ്പെടുത്തേണ്ടി വരുന്നത് ഇതാദ്യമായിരിക്കാമെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഒരു ഗുണവുമില്ലാത്ത UK ഫ്രാൻസ് കുടിയേറ്റ കരാർ. ഫ്രാൻസും ബ്രിട്ടനും ചേർന്ന് അനധികൃത കുടിയേറ്റം കുറയ്ക്കാനുള്ള ഉടമ്പടി നടപ്പിലാക്കിയെങ്കിലും ഫലം കാണുന്നില്ല എന്നതിന് തെളിവാണ് ബോട്ട് അപകടങ്ങൾ. ഫ്രാൻസും ബ്രിട്ടനും ചേർന്ന് അനധികൃത കുടിയേറ്റം കുറയ്ക്കാനുള്ള ഉടമ്പടി നടപ്പിലാക്കിയെങ്കിലും ഫലം കാണുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ബ്രിട്ടനിൽ അഭയം തേടി വരുന്നവരുടെ എണ്ണം വൻതോതിൽ വർദ്ധിച്ചതോടെ രാഷ്ട്രീയ വിവാദവും രൂക്ഷമായിരിക്കുന്നു.
2025 ഇതുവരെ 30,000-ത്തിലധികം പേർ ചെറുബോട്ടുകളിലൂടെ UK-യിൽ എത്തിയതായാണ് കണക്കുകൾ. കഴിഞ്ഞ വർഷം 50 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. 2024 മാത്രം 82 പേരുടെ മരണമാണ് രേഖപ്പെടുത്തിയതെന്നും ഐക്യരാഷ്ട്രസഭയുടെ കുടിയേറ്റ ഏജൻസി അറിയിച്ചു. പുതിയ ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് അതിർത്തി സുരക്ഷ ഉറപ്പാക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹോട്ടലുകളിൽ താമസിപ്പിക്കുന്ന അഭയാർത്ഥികളുടെ എണ്ണവും സർക്കാരിന് തലവേദനയായിട്ടുണ്ട്. സർക്കാരിന്റെ നടപടികൾ പര്യാപ്തമല്ല എന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിനിടെ ദുരന്തങ്ങൾ തുടരുകയാണ്. ഹെർസോഗിനെതിരെ ലണ്ടനിൽ പ്രതിഷേധം. യുദ്ധക്കുറ്റവാളിയായ ഹെർസോഗിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലണ്ടൻ തെരുവുകളിൽ കനത്ത പ്രതിഷേധം. ഡൗണിംഗ് സ്ട്രീറ്റ് യോഗത്തിൽ ഗസയിൽ നടന്ന മാനുഷിക സഹായത്തെ ചൊല്ലി ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ഇസ്രായേൽ പ്രസിഡന്റ് ഐസക് ഹെർസോഗും തമ്മിൽ നടന്നത് കടുത്ത സംഭാഷണമെന്ന റിപ്പോർട്ട്. ഖത്തർ മധ്യസ്ഥരല്ല, മറിച്ച് ഹമാസിന്റെ സഖ്യകക്ഷികളാണ് എന്ന് ഐസക് ഹെർസോഗ് ആരോപിച്ചു. ചൊവ്വാഴ്ച ദോഹയിൽ ഹമാസ് നേതൃത്വത്തിനെതിരെ നടന്ന ആക്രമണത്തിന് അദ്ദേഹം ക്ഷമാപണം നടത്തിയില്ല. ഗസയിലേക്ക് എത്തുന്ന സഹായത്തിന്റെ അളവ് പരിശോധിക്കാൻ ബ്രിട്ടീഷ് സർക്കാരിന് ഒരു വസ്തുതാന്വേഷണ ദൗത്യം വാഗ്ദാനം ചെയ്ത ഐസക് ഹെർസോഗ് ഗസബ് ഇപ്പോൾ ക്ഷമാപണം എന്ന വാർത്ത നിഷേധിച്ചു. ഉയർന്ന സിവിലിയൻ മരണസംഖ്യയ്ക്ക് കാരണം ഹമാസ് സ്വീകരണ മുറികളിൽ മിസൈലുകൾ സ്ഥാപിച്ചതാണ് എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ലക്ഷ്യം നേടാനാകാതെ സമരക്കാർ. ലണ്ടനിൽ RMTയുടെ നേതൃത്വത്തിൽ ട്യൂബ് ജീവനക്കാർ പണിമുടക്കിലാണെങ്കിലും നഗരഭരണകൂടം ചർച്ചകൾക്കായി സന്നദ്ധരാകാത്തതിനാൽ ജീവനക്കാരും ആശങ്കയിലായി. ഒരാഴ്ചത്തെ സമരം കഴിഞ്ഞ് ജീവനക്കാർ ജോലിക്കു കയറട്ടെ എന്ന നിലപാടിലാണ് അധികൃതർ. അതേസമയം RMT പണിമുടക്കുകൾ ഈ ആഴ്ച 3-ാം ദിവസവും ലണ്ടൻ തലസ്ഥാനത്തെ ട്യൂബ് സർവീസിനെ തടസ്സപ്പെടുത്തി. അതേസമയം കൂടുതൽ ജീവനക്കാർ എത്തിയതിനാൽ ബുധനാഴ്ച പരിമിതമായ ട്യൂബ് സർവീസുകൾ പ്രവർത്തിച്ചു. സെൻട്രൽ നോർത്തേൺ ഡിസ്ട്രിക്ട് ലൈനുകളുടെ ചില ഭാഗങ്ങൾ ഉൾപ്പെടെ ചില സർവീസുകൾ ബുധനാഴ്ച ഉച്ചകഴിഞ്ഞ് ഭാഗികമായി പ്രവർത്തിച്ചു. RMT ഇപ്പോൾ കുറഞ്ഞ പ്രവൃത്തി ആഴ്ചയ്ക്കായി ലണ്ടൻ മേയർ സാദിഖ് ഖാനുമായി ചർച്ചയ്ക്ക് സാധ്യത തേടുകയാണ്. UK ലൈഫ് സയൻസ് മേഖലയ്ക്ക് കനത്ത തിരിച്ചടി. US മരുന്ന് നിർമ്മാതാക്കളായ മെർക്ക് ലണ്ടനിലെ £1 ബില്യൺ ഗവേഷണ കേന്ദ്രം നിർത്തലാക്കുകയും ഈ വർഷം തലസ്ഥാനത്ത് 125 ശാസ്ത്രജ്ഞരെ പിരിച്ചുവിടുകയും ചെയ്തു. കെയർ സ്റ്റാർമറുടെ സർക്കാർ UK സമ്പദ് വ്യവസ്ഥയുടെ കിരീട രത്നങ്ങളിൽ ഒന്ന് എന്ന് വിശേഷിപ്പിച്ച ലൈഫ് സയൻസസ് മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാണിത്. സെന്റ് പാൻക്രാസ്, കിങ്സ് ക്രോസ് സ്റ്റേഷനുകൾക്ക് എതിർവശത്തുള്ള വെൽഗ്രോ ഹൌസ് സെന്ററിൽ UK ഡിസ്കവറി സെന്റർ എന്ന് വിളിക്കപ്പെടുന്ന നിർമ്മാണ ഘട്ടത്തിലായിരുന്ന പുതിയ ലാബ് ഇതിനകം 2 വർഷത്തിനുള്ളിൽ തുറക്കാൻ പദ്ധതിയിട്ടിരുന്നു. 180 ശാസ്ത്രജ്ഞർ ഉൾപ്പെടെ ഏകദേശം 800 പേരെ ഇവിടെ നിയമിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഫിക്സഡ് റേറ്റ് മോർഗേജുകൾ എടുത്തവർക്ക് പണി വരുന്നു. കുറഞ്ഞ നിരക്കിലുള്ള ഫിക്സഡ് റേറ്റ് മോർഗേജുകൾ UK-യിലെ ഇടത്തരം കുടുംബങ്ങൾക്ക് പണി നൽകാൻ ഒരുങ്ങുന്നു. 5 വർഷം മുൻപ് ഫിക്സഡ് റേറ്റ് മോർഗേജുകൾ എടുത്ത 3.5 ലക്ഷത്തിലധികം കുടുംബങ്ങൾ വരുന്ന ശൈത്യകാലത്ത് അഭിമുഖീകരിക്കാൻ പോകുന്നത് മാസത്തവണയിലുള്ള വൻ കുതിപ്പായിരിക്കുമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ. ഫിക്സഡ് ഡീലിന്റെ കാലാവധി തീരുന്നതോടെ അത് പുതുക്കേണ്ട സമയമായിരുന്നു. 2020 5 വർഷ ഫിക്സഡ് റേറ്റ് ഡീലിന്റെ ശരാശരി നിരക്ക് 1.88% ഇന്ന് അത് 5%. അതായത് 2 ലക്ഷം പൗണ്ട് വായ്പയുടെ മാസത്തവണ 333 പൗണ്ടിൽ നിന്നും 1169 പൗണ്ടായി ഉയരും. കൂടുതൽ തുകകൾ വായ്പയായി ഉള്ളവർക്ക് മാസത്തവണയിൽ കൂടുതൽ വർധനവ് അനുഭവപ്പെടും. കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ഗൃഹവിപണി ഉഷാറായ 2020 ഒക്ടോബറിനും 2023 ഫെബ്രുവരിക്കും ഇടയിൽ എടുത്ത മോർഗേജുകളിൽ പകുതിയോളവും 5 വർഷ ഫിക്സഡ് റേറ്റ് ഡീലുകളാണ് എന്ന് ബിൽ മാനേജ്മെന്റ് ആപ്പ് നൗസിന്റെ കണ്ടെത്തൽ. കുട്ടികളെ കയറ്റാതെ എമിറേറ്റ്സ് ഫസ്റ്റ് ക്ലാസ്. അത്യാഡംബര സൗകര്യങ്ങളുള്ള ഫസ്റ്റ് ക്ലാസ് ക്യാബിനിൽ യാത്ര ചെയ്യാൻ നിബന്ധനകൾ കടുപ്പിച്ച് എമിറേറ്റ്സ്. ചെറിയ കുട്ടികളുള്ള മാതാപിതാക്കൾക്ക് ഇങ്ങനെ വന്നാൽ ഫസ്റ്റ് ക്ലാസ്സിൽ യാത്ര ചെയ്യാൻ സാധിക്കില്ല. ഓഗസ്റ്റ് 15-ന് 8-ഓ അതിൽ താഴെയോ പ്രായമായ കുട്ടികൾക്ക് ഇനി മുതൽ എമിറേറ്റ്സിന്റെ ഫസ്റ്റ് ക്ലാസ്സിൽ പറക്കാൻ മൈൽസ് ഉപയോഗിച്ച് ബുക്ക് ചെയ്ത ടിക്കറ്റിൽ കഴിയില്ല. എയർലൈൻസിൽ നിന്നും സുപ്രധാനമായ അറിയിപ്പുകളൊന്നുമില്ലാതെ തന്നെ ഈ മാസം മുതലാണ് പുതിയ നയം നിലവിൽ വന്നത് എന്ന് വൺ മെയിൽ അറ്റ് എ ടൈം റിപ്പോർട്ട് ചെയ്യുന്നു. പ്രീമിയം ക്യാബിനുകളിലേക്ക് പ്രവേശനം നിയന്ത്രിക്കാനായി ഈ വർഷം എമിറേറ്റ്സ് എടുത്ത ഒരു കൂട്ടം നടപടികളിൽ ഏറ്റവും അവസാനത്തേതാണ്. ഈ വർഷം ആദ്യം ഫസ്റ്റ് ക്ലാസ് റിഡംഷൻ പ്ലാറ്റിനം, ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ സ്റ്റാറ്റസ് ഉള്ള സ്കൈവാർഡ് അംഗങ്ങൾക്ക് മാത്രമായി എമിറേറ്റ്സ് പരിമിതപ്പെടുത്തിയിരുന്നു. ഇതോടെ ഇടയ്ക്കൊക്കെ മാത്രം യാത്ര ചെയ്യുന്നവർക്ക് ആഡംബരപൂർണമായ യാത്രാനുഭവത്തിന് ടിക്കറ്റ് തുക പൂർണ്ണമായി നൽകേണ്ടി വരും. സ്ഥിരമായി എമിറേറ്റ്സിന്റെ ബിസിനസ് ക്ലാസ്സിലും ഫസ്റ്റ് ക്ലാസ്സിലും യാത്ര ചെയ്യുന്ന കുടുംബങ്ങളിൽ നിന്ന് എമിറേറ്റ്സിന് തിരിച്ചടിയും നേരിടുന്നുണ്ട്. കുട്ടികളെ ഫസ്റ്റ് ക്ലാസ്സിൽ അനുവദിച്ചില്ല എങ്കിൽ എമിറേറ്റ്സിന്റെ സേവനം വേണ്ടെന്ന് പറയുന്നവരും നിരവധിയാണ്. ഹിച്ചൻ ടൗൺ ഫുട്ബോൾ ക്ലബിൽ അപകടം. ഹിച്ചൻ ടൗൺ ഫുട്ബോൾ ക്ലബിന്റെ കാർ പാർക്കിൽ അപകടത്തിൽ 2 പേർ മരണമടഞ്ഞു. നോർത്ത് ഹേർഡ് ഫോർട്ട്ഷെയറിലെ ഫിഷ് പോണ്ട് റോഡിലുള്ള സ്റ്റേഡിയത്തിനടുത്ത് ഒരു ലോറിയിൽ നിന്നും ഗ്ലാസ് പാനലുകൾ ഇറക്കുന്നതിനിടെയായിരുന്നു അപകടം. പാരാമെഡിക്സും പോലീസും സ്ഥലത്തെത്തിയെങ്കിലും ഇരുവരും സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണമടയുകയായിരുന്നു. നിസ്സാര പരിക്കുകൾ പറ്റിയ മറ്റൊരാൾ ചികിത്സയിലാണ്. തങ്ങൾ സ്റ്റേഡിയത്തിലേക്ക് ഒരു കണ്ടെയ്നർ അയച്ചിരുന്നതായി മാർട്ടല്ലോ എന്ന കമ്പനി സ്ഥിരീകരിച്ചിട്ടുണ്ട്. അൾഷിമേഴ്സ് കണ്ടുപിടിക്കാൻ ചെലവ് കുറഞ്ഞ രോഗപരിശോധന.
NHSന്റെ രോഗപരിശോധനകളിൽ വരുത്തുന്ന വിപ്ലവകരമായ മാറ്റങ്ങളുടെ ഭാഗമായി ബ്രിട്ടനിലെ ആയിരക്കണക്കിന് മുതിർന്നവർക്ക് അൾഷിമേഴ്സിന്റെ സാന്നിധ്യം കണ്ടുപിടിക്കാനുള്ള ചെലവ് കുറഞ്ഞ രോഗപരിശോധന ലഭ്യമാക്കും. ഡിമെൻഷ്യയുമായി ബന്ധപ്പെട്ട പ്രോട്ടീനുകളുടെ സാന്നിധ്യം രക്തത്തിലുണ്ടോ എന്നായിരിക്കും പരിശോധിക്കുക. യൂണിവേഴ്സിറ്റി കോളേജ് ലണ്ടനിൽ നിന്നുള്ള ഗവേഷകർ ഏറെ പ്രാധാന്യമുള്ള ഈ പരീക്ഷണത്തിന് സജ്ജരായി കഴിഞ്ഞു. നിലവിൽ അൾഷിമേഴ്സ് കണ്ടെത്തുന്നതിനുള്ള പരിശോധനകളിൽ മെന്റൽ എബിലിറ്റി ടെസ്റ്റ്, മസ്തിഷ്കത്തിന്റെ സ്കാനിംഗ്, ലുംബാർ പങ്ക്ചറുകൾ എന്നിവ ഉൾപ്പെടുന്നു. അതീവ പ്രധാനമായ ഈ രക്തപരിശോധന ഡിമെൻഷ്യ കണ്ടെത്തുന്നത് വേഗത്തിലാക്കുമെന്നാണ് ഗവേഷകർ പറയുന്നത്. അതുകൊണ്ട് തന്നെ രോഗികൾക്ക് വളരെ നേരത്തെ തന്നെ ചികിത്സ നൽകാൻ കഴിയും. WMCയുടെ ഓണാഘോഷം ആഗോള സൂം മീറ്റിംഗ്. 2025 ഓണാഘോഷത്തിന്റെ ഭാഗമായി വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ ആതിഥേയത്വം വഹിക്കുന്ന കലാ സാംസ്കാരിക വേദിയുടെ 23ാമത് സമ്മേളനം സെപ്റ്റംബർ 27 നടക്കും. ഇതിന്റെ ഭാഗമായി ലോകമെമ്പാടുമുള്ള മലയാളി പ്രവാസികൾക്കായി സംഘടിപ്പിക്കുന്ന ആഗോള സൂം മീറ്റിംഗ് കേരള റവന്യൂ ഭവന മന്ത്രി കെ രാജൻ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യും. ആനന്ദ് TV യൂറോപ്പ്, ഏഷ്യാൻ TV UK മാനേജിംഗ് ഡയറക്ടർ ശ്രീകുമാർ, സാമൂഹിക ഉത്തരവാദിത്ത അവാർഡ് ജേതാവ് റോയ് ജോസഫ് മാൻവട്ടം എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുക്കും. UK സമയം ഉച്ചതിരിഞ്ഞ് 3 മണിക്കാണ് പരിപാടി. വേൾഡ് മലയാളി കൗൺസിൽ യൂറോപ്പ് റീജിയൻ പ്രസിഡന്റ് ജോളി M പടയാറ്റിൽ, ചെയർമാൻ ജോളി തടത്തിൽ, ജനറൽ സെക്രട്ടറി ബാബു തോട്ടപ്പിള്ളി, ട്രഷറർ ഷൈബു തോമസ്, WMC ഗ്ലോബൽ ചെയർമാൻ ഗോപാലപിള്ള, ഗ്ലോബൽ പ്രസിഡന്റ് ജോൺ മത്തായി തുടങ്ങിയവർ സൂം മീറ്റിംഗിലൂടെ ഒത്തുചേരും. സമീക്ഷ ഓൾ UK ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഒരുക്കം തുടങ്ങി. സമീക്ഷ UK സംഘടിപ്പിക്കുന്ന 3ാമത് ദേശീയ ബാഡ്മിന്റൺ ടൂർണമെന്റ് വിജയകരമായി നടത്തുന്നതിനായി വിപുലമായ സ്വാഗത സംഘം രൂപീകരിച്ചു. ചെയർപേഴ്സണായി രാജി രാജൻ, ജനറൽ കൺവീനറായി ഉണ്ണികൃഷ്ണൻ ബാലൻ, കൺവീനർ ബൈജു നാരായണൻ, എല്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഉൾപ്പെടുന്ന കോർ കമ്മിറ്റി എന്നിവരടങ്ങുന്നതാകും സ്വാഗത സംഘം. കൂടാതെ ഫിനാൻസ്, റിസപ്ഷൻ, ഫുഡ്, മീഡിയ, പബ്ലിസിറ്റി, പ്രോഗ്രാം, ഹെൽത്ത്, സേഫ്റ്റി എന്നിങ്ങനെ വിവിധ സബ് കമ്മിറ്റികൾ അടങ്ങുന്ന സ്വാഗത സംഘം ഉടൻ തന്നെ പ്രവർത്തനം ആരംഭിക്കും. യൂണിറ്റ് പ്രദേശങ്ങളിൽ നടക്കുന്ന പ്രാഥമിക മത്സരങ്ങൾക്ക് ശേഷം ഗ്രാൻഡ് ഫിനാലെ നവംബർ 9, 2025 ഷെഫീൽഡിൽ വെച്ച് ചരിത്ര പ്രസിദ്ധമായ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പോർട്സ് ക്യാമ്പസിൽ ആയിരിക്കും നടക്കുന്നത്. ഇത്തവണ സ്ത്രീകളെയും കുട്ടികളെയും അടക്കം 750 ബാഡ്മിന്റൺ പ്രേമികളെ മത്സരത്തിൽ പങ്കെടുപ്പിക്കാനാണ് സ്വാഗത സംഘം ലക്ഷ്യം വെക്കുന്നത് എന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ബാഡ്മിന്റൺ താരങ്ങൾക്ക് പ്രോത്സാഹനവും പ്രസക്തിയും നൽകുന്ന വിധത്തിലുള്ള വ്യത്യസ്ത പ്രചരണ പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയും ചെയ്യുമെന്ന് ടൂർണമെന്റിന്റെ പബ്ലിക് റിലേഷൻസ് വിഭാഗം അറിയിച്ചു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.29 ഇന്ത്യൻ രൂപ, ഒരു US ഡോളർ 88.23 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 103.19 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.35 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 63.59 ഇന്ത്യൻ രൂപ. ഇനി USA ന്യൂസ്. ചാർലിക്ക് ആദരാഞ്ജലി, ദേശീയ ദുഃഖാചരണം. US-ൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വലം കൈയും വലതുപക്ഷ നേതാവുമായ ചാർലി കിർക്ക് യൂട്ടാ വാലിയ യൂണിവേഴ്സിറ്റിയിൽ നടന്ന പരിപാടിക്കിടെ അക്രമിയുടെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. US-ൽ ഞായറാഴ്ച വരെ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ടേണിംഗ് പോയിന്റ് USAയുടെ സിഇഒയും സഹസ്ഥാപകനുമായ 31-കാരനായ കിർക്കിന് ക്യാമ്പസിലെ ഒരു പരിപാടിക്കിടെ കഴുത്തിൽ വെടിയേൽക്കുകയും പിന്നീട് ആശുപത്രിയിൽ വെച്ച് മരിക്കുകയും ചെയ്തുവെന്ന് ട്രംപ് സ്ഥിരീകരിച്ചു. അമേരിക്കൻ ദേശസ്നേഹിയായ ചാർലി കിർക്കിന്റെ ബഹുമാനാർത്ഥം ഞായറാഴ്ച വൈകുന്നേരം 6 മണി വരെ രാജ്യത്ത് ഉടനീളമുള്ള എല്ലാ അമേരിക്കൻ പതാകകളും ഹാഫ് മാസ്റ്റിലേക്ക് താഴ്ത്താൻ ഉത്തരവിട്ടിട്ടുണ്ടെന്നും ട്രംപ് പറഞ്ഞു. പോലീസ് പ്രതിക്ക് വേണ്ടിയുള്ള അന്വേഷണം തുടരുകയാണെന്നും ചാർലി കിർക്കിന് വെടിവെച്ച കൊന്ന കേസിൽ ചോദ്യം ചെയ്യലിനായി കസ്റ്റഡിയിലെടുത്ത വ്യക്തിയെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചതായും FBI ഡയറക്ടർ കാഷ് പട്ടേൽ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ ചെയ്തു. അമേരിക്കയുടെ യുവതലമുറയുമായുള്ള കിർക്കിന്റെ അതുല്യമായ ബന്ധത്തെ ട്രൂത്ത് സോഷ്യലിലെ പ്രസ്താവനയിൽ ട്രംപ് എടുത്തു പറഞ്ഞു. അമേരിക്കയിൽ യുവാക്കളുടെ ഹൃദയം ചാർലിയേക്കാൾ നന്നായി മറ്റാരും മനസ്സിലാക്കിയിട്ടില്ല എന്ന് ട്രംപ് പറഞ്ഞു. കിർക്കിന്റെ ഭാര്യ എറിക്കും കുടുംബത്തിനും തന്റെ പ്രഥമ വനിത മെലാനി ട്രംപിന്റെയും പേരിൽ പ്രസിഡന്റ് അനുശോചനം രേഖപ്പെടുത്തി. വെടിയേറ്റതിനെ തുടർന്ന് കിർക്കിനെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ശസ്ത്രക്രിയക്ക് വിധേയനാക്കിയതായും സർവകലാശാല വക്താവ് പറഞ്ഞു. പ്രമുഖ വലതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തകനും എഴുത്തുകാരനും ട്രംപിന്റെ ജനപ്രിയ സുഹൃത്തുക്കളിൽ ഒരാളുമായിരുന്നു കിർക്ക്. US ക്യാമ്പസിലെ വിദ്യാർത്ഥികൾക്ക് യാഥാസ്ഥിക ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന ലാഭേച്ഛയില്ലാത്ത സംഘടനയായ ടേണിംഗ് പോയിന്റ് USAയുടെ സ്ഥാപകൻ എന്ന നിലയിലാണ് അദ്ദേഹം ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത്. 2012-ൽ 18 വയസ്സുള്ളപ്പോഴാണ് ടേണിംഗ് പോയിന്റ് എന്ന സംഘടനയ്ക്ക് ചാർലിയും വില്യം മോൺഗേമും ചേർന്ന് രൂപം നൽകിയത്. ദശലക്ഷക്കണക്കിന് അനുയായികളുള്ള ഒരു പോസ്റ്റ് കാർഡ് ഹോസ്റ്റ് കൂടിയായിരുന്നു അദ്ദേഹം. എക്സിൽ അദ്ദേഹത്തിന് 5.2 ദശലക്ഷം ഫോളോവേഴ്സും ടിക്ടോക്കിൽ 7.3 ദശലക്ഷം ഫോളോവേഴ്സും ഉണ്ട്. വ്യക്തതയില്ലാത്ത പോലീസ്.
യൂട്ടായിലെ യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിക്കുന്നതിനിടെ വലതുപക്ഷ പ്രവർത്തകനായ ചാർലി കിർക്ക് കഴുത്തിൽ വെടിയേറ്റാണ് മരിച്ചത്. ഒരു അവതരണം തുടങ്ങി ഏകദേശം 20 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അക്രമി കിർക്കിന് നേരെ വെടിയുതിർത്തതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. Oh my God! Cody, go run! എല്ലാത്തിനും കാരണക്കാർ തീവ്ര ഇടതുപക്ഷമെന്ന് ട്രംപ്. ചാർലി കിർക്കിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ തീവ്ര ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്തുകയും കർശന നടപടി വാഗ്ദാനം ചെയ്യുകയും ചെയ്തു ഡൊണാൾഡ് ട്രംപ്. വർഷങ്ങളായി തീവ്ര ഇടതുപക്ഷക്കാർ ചാർലിയെ പോലൊരു മികച്ച അമേരിക്കക്കാരൻ നാസികളുടെയും ലോകത്തെ ഏറ്റവും വലിയ മോശം കൂട്ടക്കൊലപാതകളോട് കുറ്റവാളികളോടും താരതമ്യം ചെയ്തിട്ടുണ്ട്. ഇന്ന് US കാണുന്ന ഭീകരതയ്ക്ക് തീവ്ര ഇടതുപക്ഷക്കാർ നേരിട്ട് ഉത്തരവാദിയാണെന്നും അതിപ്പോൾ അവസാനിപ്പിക്കണമെന്നും ട്രംപ് പറഞ്ഞു. ഈ ക്രൂരതയ്ക്കും മറ്റ് രാഷ്ട്രീയ അക്രമങ്ങൾക്കും സംഭാവന നൽകിയ എല്ലാവരെയും എന്റെ ഭരണകൂടം കണ്ടെത്തുമെന്നും ട്രംപ് ഉറപ്പു നൽകി. ചാർലിക്ക് ആദരാഞ്ജലി. കൊല്ലപ്പെട്ട ചാർലി കിർക്കിനെ യഥാർത്ഥത്തിൽ നല്ലവനായ ഒരു വ്യക്തി എന്ന് ട്വീറ്റ് ചെയ്ത് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ചാർലി കിർക്കിന്റെ കൊലപാതകത്തിൽ തന്റെ ഹൃദയം തകർന്നുവെന്നും സംഭവത്തിൽ രോക്ഷം കൊള്ളുന്നുവെന്നും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. 31-കാരനായ ചാർലി കിർക്ക് വെടിയേറ്റു മരിച്ചത് ഇതുവരെ നമുക്ക് അറിയാവുന്നതാണെന്നും കിർക്കിനെ വെടിവെച്ചതിൽ താൻ അഗാധമായി അസ്വസ്ഥനാണ് എന്ന് മുൻ വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് പറഞ്ഞു. അമേരിക്കൻ രാഷ്ട്രീയ അക്രമത്തിന് സ്ഥാനമില്ല. ഈ പ്രവൃത്തിയെ അപലപിക്കുന്നുവെന്നും ഇത് കൂടുതൽ അക്രമത്തിലേക്ക് നയിക്കുന്നില്ല എന്ന് ഉറപ്പാക്കാൻ നാം എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും കമല ഹാരിസ് പ്രതികരിച്ചു. സാൾട്ട് ലേക്ക് സിറ്റിയുടെ തെക്ക് ഭാഗത്തുള്ള ഒറൈമയിലെ യൂട്ടാ വാലി സർവകലാശാലയിൽ നടന്ന ആക്രമണത്തെ കോൺഗ്രസിന്റെ ഉന്നത റിപ്പബ്ലിക്കന്മാരും ഡെമോക്രാറ്റുകളും അപലപിച്ചു. ഈ രാഷ്ട്രീയ അക്രമത്തിന് രാജ്യത്ത് സ്ഥാനമില്ല എന്ന് റിപ്പബ്ലിക്കൻ സെനറ്റ് ഭൂരിപക്ഷ നേതാവായ ജോൺ തൂൺ പറഞ്ഞു. ഡാളസിലെ അതിക്രൂരത. ഡാളസിലെ ഒരു മോട്ടോറിൽ ഒരാളെ തലയെറുത്ത് കൊലപ്പെടുത്തി. ബുധനാഴ്ച രാവിലെയാണ് സംഭവം. 50 വയസ്സുള്ള ചന്ദ്ര നാഗമല്ലയെയാണ് കൊല്ലപ്പെട്ടത്. അക്രമിയെന്ന് സംശയിക്കുന്ന 37 വയസ്സുള്ള യോർഡാനിസ് കോബോർഡ് മാറ്റ്സിനെ കസ്റ്റഡിയിലെടുത്തതായും പോലീസ് പറഞ്ഞു. കത്തിക്കുത്തുമായി ബന്ധപ്പെട്ട് രാവിലെ 9:30ഓടെയാണ് പോലീസ് സംഭവ സ്ഥലത്ത് എത്തിയത്. മോട്ടോറിൽ സ്വത്തിലുണ്ടായ ഒരു തർക്കത്തെ തുടർന്ന് പ്രതി മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് പലതവണ ചന്ദ്രനാഗമല്ലയെ വെട്ടിയതായും കണ്ടെത്തിയെന്നും പോലീസ് പറഞ്ഞു. ഡാളസ് ഫയർ റെസ്ക്യൂ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. വെട്ടേറ്റയാൾ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ഉത്തരവാദി നെതന്യാഹു എന്ന് ട്രംപ്. ഗാസയിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനായി ഹമാസിന്റെ പ്രതിനിധി സംഘം ചർച്ചകൾക്ക് തയ്യാറെടുക്കുന്നതിനിടെ ഖത്തറിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിനെ വീണ്ടും വിമർശിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. ആസന്നമായ ആക്രമണത്തെക്കുറിച്ച് US സൈന്യം തന്നെ അറിയിച്ചിരുന്നു. ഇതേപ്പറ്റി ഖത്തർ ഭരണാധികാരികളെ അറിയിക്കാൻ താൻ പ്രത്യേക ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫിന് നിർദ്ദേശം നൽകി. എന്നാൽ നിർഭാഗ്യവശാൽ ആക്രമണം തടയാൻ കഴിയാത്ത വിധം വൈകിപ്പോയിരുന്നു. ഖത്തറിനെ ശക്തമായ ഒരു സഖ്യകക്ഷിയായും സുഹൃത്തുമായും താൻ കാണുന്നതായും ആക്രമണത്തിൽ തനിക്ക് വിഷമമുണ്ടെന്നും ട്രംപ് പറഞ്ഞു. ഖത്തറിൽ ആക്രമണം നടത്താനുള്ള തീരുമാനം തന്റേതായിരുന്നില്ല എന്നും ആക്രമണം നടത്താനുള്ള തീരുമാനം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റേതാണെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. ഇന്ത്യക്കാരോട് മുഖം തിരിച്ച് കാനഡ. കാനഡ ഒരു ദശാബ്ദത്തിനിടയിൽ ഏറ്റവും കർശനമായ വിസ വ്യവസ്ഥകൾ നടപ്പാക്കിയ 2025 ഏകദേശം 80% ഇന്ത്യൻ വിദ്യാർത്ഥികൾ അപേക്ഷകളും നിരസിക്കപ്പെട്ടു എന്നാണ് ഇമിഗ്രേഷൻ, റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡ പുറത്തുവിട്ട കണക്കുകൾ വ്യക്തമാക്കുന്നത്. മികച്ച പഠനവും ജീവിത സുരക്ഷയും തേടിയുള്ള ആഗോള വിദ്യാർത്ഥികൾക്ക് വിസ നിഷേധങ്ങളുടെ ഒരു കുതിച്ചുചാട്ടമാണ് ഈ വർഷം കാനഡ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമുള്ള അപേക്ഷകളിൽ ഇതിന്റെ ആഘാതം അനുഭവിച്ചിട്ടുണ്ട്. ഇതോടെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ലക്ഷ്യസ്ഥാനങ്ങൾ ഇപ്പോൾ ജർമ്മൻ മുന്നിലെത്തി. അതേസമയം കാനഡയുടെ വിഹിതം 2022 18% നിന്നും 2024 9% കുറഞ്ഞു. 2024 1.88 ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ മാത്രമാണ് കാനഡയിലെ യൂണിവേഴ്സിറ്റികളിൽ പ്രവേശനം നേടിയത്. കനേഡിയൻ സർക്കാരിന്റെ ഔദ്യോഗിക ഡേറ്റ പ്രകാരം 2 വർഷം മുമ്പ് രേഖപ്പെടുത്തിയതിന്റെ പകുതിയോളം മാത്രമാണിത്. മെക്സിക്കോയിൽ ദാരുണ അപകടം. മെക്സിക്കോ നഗരത്തിൽ ട്രെയിൻ ഡബിൾ ഡെക്കർ ബസ്സിൽ ഇടിച്ചു കയറി 8 പേർ മരിച്ചു. 45ഓളം പേർക്ക് പരിക്കേറ്റു. രാവിലെ 7 മണിയോടെ അറ്റ്ലകോമുൽകോ മുനിസിപ്പാലിറ്റിയുടെ വ്യാവസായിക മേഖലയിലാണ് അപകടം നടന്നത്. രക്ഷാപ്രവർത്തനം നടത്താനായി റെഡ് ക്രോസ്, സംസ്ഥാന പോലീസ്, നാഷണൽ ഗാർഡ്, സ്റ്റേറ്റ്സ് ഓഫ് മെക്സിക്കോ പ്രോസിക്യൂട്ടർ ഓഫീസിലെ ഉദ്യോഗസ്ഥർ എന്നിവർ സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. 50ഓളം യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. അറ്റ്ലകോമുൽകോ മറവാറ്റിയിൽ ഫെഡറൽ ഹൈവേയിൽ ഹെറാഡുഡ ഡി പാറ്റ ലൈനിൽ ഒരു ട്രെയിൻ ഒരു ഡബിൾ ഡെക്കർ പാസഞ്ചർ ബസ്സിൽ ഇടിച്ചതായും മെക്സിക്കോയുടെ സിവിൽ പ്രൊട്ടക്ഷൻ ഏജൻസി പ്രസ്താവനയിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് അടിയന്തര ചികിത്സ നൽകിയതായും അവർ വ്യക്തമാക്കി. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് ന്യൂസ്.
Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, ഗൾഫ് ന്യൂസിലേക്ക് സ്വാഗതം. ദുബായ് സ്വകാര്യ സ്കൂൾ അധ്യാപകരുടെ നിയമനവും രാജിയും സംബന്ധിച്ച നിയമങ്ങൾ കർശനമാക്കി. സ്വകാര്യ വിദ്യാഭ്യാസത്തിന്റെ നിലവാരം ഉയർത്താനും യോഗ്യതയുള്ള അധ്യാപകരാണ് നിയമിക്കപ്പെടുന്നതെന്ന് ഉറപ്പാക്കാനുമാണ് നിയമം കർശനമാക്കിയതെന്ന് നോളജ് ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് അതോറിറ്റി അറിയിച്ചു. അധ്യാപകരുടെ റിക്രൂട്ട്മെന്റിനും ജോലി രാജിവെക്കുകയോ പിരിച്ചുവിടുകയോ ചെയ്യുന്നതിനും പ്രത്യേക മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചു. അധ്യാപകരുടെ റിക്രൂട്ട്മെന്റ്, ഉത്തരവാദിത്തം, പെരുമാറ്റം എന്നിവയെക്കുറിച്ച് വിശദമായി പ്രതിപാദിക്കുന്ന പുതിയ നിയമന ഗൈഡ് ഉടൻ പ്രാബല്യത്തിൽ വരും. നിലവിലുള്ള അധ്യാപകർ 2028 സെപ്റ്റംബറോടെ പുതിയ മാനദണ്ഡങ്ങൾ പാലിക്കണം. ഏപ്രിൽ അധ്യയനം ആരംഭിക്കുന്ന ഇന്ത്യൻ സിലബസ് ഉൾപ്പെടെയുള്ള സ്കൂളുകളിലെ അധ്യാപകർക്ക് 2029 ഏപ്രിൽ വരെ സാവകാശമുണ്ട്. അല്ലൈനിൽ 11 അനധികൃത ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഏജൻസികൾ അടപ്പിച്ചതായി UAE മാനവ വിഭവശേഷി സ്വദേശിവൽക്കരണ മന്ത്രാലയം അധികൃതർ അറിയിച്ചു. അബുദാബി രജിസ്ട്രേഷൻ അതോറിറ്റിയുമായി സഹകരിച്ചാണ് നടപടി സ്വീകരിച്ചത്. മന്ത്രാലയത്തിന്റെ അനുമതിയില്ലാതെയാണ് ഏജൻസികൾ പ്രവർത്തിച്ചത് എന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു. ഏജൻസികളെ കുറിച്ച് താമസക്കാരിൽ നിന്ന് ഒട്ടേറെ പരാതികളും ലഭിച്ചിരുന്നു. ഗാർഹിക തൊഴിൽ നിയമങ്ങൾക്ക് താമസക്കാർ അംഗീകൃത ഏജൻസികളെ മാത്രം ബന്ധപ്പെടണം. രാജ്യത്തുടനീളമുള്ള ഏജൻസികളെ കർശനമായി നിരീക്ഷിക്കുന്നുണ്ട്. നിയമലംഘകർക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിക്കും. UAEയിലെ അംഗീകൃത ഏജൻസികളുടെ പൂർണ്ണ വിവരങ്ങൾ മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഏജൻസികളുടെ പേരുകൾക്കൊപ്പം ഫോൺ നമ്പറുകളും ഉണ്ട്. പാർട്ട് ടൈം ജീവനക്കാരെ നിയമിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മന്ത്രാലയത്തിന്റെ ഫ്ലെക്സിബിൾ വർക്ക് പെർമിറ്റ് സംവിധാനം പ്രയോജനപ്പെടുത്താം. ഇനി ആനന്ദ് ട്രാവൽ GCC ഇന്ത്യ നാണയവിനിമയ നിരക്ക്. ഒരു സൗദി റിയാൽ 23.53 ഇന്ത്യൻ രൂപ. ഒരു UAE ദിർഹം 24.03 ഇന്ത്യൻ രൂപ. ഒരു കുവൈറ്റി ദിനാർ 288.92 ഇന്ത്യൻ രൂപ. ഒരു ഒമാനി റിയാൽ 229.25 ഇന്ത്യൻ രൂപ. പൊതുജന സേവനം സുഗമമാക്കുക, ഭരണനിർവഹണം കാര്യക്ഷമമാക്കുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിൽ 2 പുതിയ ജില്ലകൾ കൂടി രൂപീകരിക്കുന്നതായി റിപ്പോർട്ട്. ഇതോടെ രാജ്യതലസ്ഥാനത്ത് ജില്ലകളുടെ എണ്ണം 13 ആകും. തീരുമാനത്തിന് സംസ്ഥാന സർക്കാർ ഉടൻ അംഗീകാരം നൽകുമെന്നാണ് വിവരം. MCDയുടെ 12 സോണുകളുടെ വ്യാപ്തിക്ക് സമാനമായാണ് ജില്ലകളുടെ അതിർത്തികൾ പുനർനിർണയിക്കുക. മിക്ക സ്ഥലങ്ങളിലും റവന്യൂ ജില്ലകളുടെയും MCD സോണുകളുടെയും അതിർത്തികൾ തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, മയൂർ വിഹാറിൽ താമസിക്കുന്ന ഒരാൾക്ക് ഭൂമി സംബന്ധമായ രേഖകൾക്കും മറ്റും ഷാർദയിലേക്ക് പോകേണ്ടി വരും. ഈസ്റ്റ് ഡൽഹി ജില്ലയിൽ വരുന്ന മയൂർ വിഹാർ ഷാർദ MCD സോണിന്റെ പരിധിയിലാണുള്ളത്. ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിന് പിന്നാലെ ഖത്തർ അമീറുമായി സംസാരിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖത്തറിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റത്തെ ഇന്ത്യ അപലപിക്കുന്നതായും പ്രധാനമന്ത്രി ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയെ അറിയിച്ചു. ദോഹയിലെ ആക്രമണങ്ങളിൽ അഗാധമായ ആശങ്ക പ്രകടിപ്പിച്ചു. സഹോദര രാജ്യമായ ഖത്തറിന്റെ പരമാധികാര ലംഘനത്തെ ഇന്ത്യ അപലപിക്കുന്നു. സംഭാഷണത്തിലൂടെയും നയതന്ത്രത്തിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിച്ച് സംഘർഷം ഒഴിവാക്കുന്നതിനെ ഞങ്ങൾ പിന്തുണയ്ക്കുന്നു. മേഖലയിലെ സമാധാനത്തിനും സ്ഥിരതയ്ക്കും ഇത് ആവശ്യമാണ്. എല്ലാ രൂപങ്ങളിലുമുള്ള ഭീകരതയ്ക്കും എതിരെ ഇന്ത്യ ഉറച്ചു നിൽക്കുന്നു എന്ന് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. ഏഷ്യാ കപ്പിലെ ആദ്യ മത്സരത്തിൽ UAE അനായാസം പരാജയപ്പെടുത്തിയ ഇന്ത്യക്ക് വേണ്ടി കളം നിറഞ്ഞത് കുൽദീപ്. ഒരു ഓവറിൽ 4 വിക്കറ്റുമായി കളിയിലെ താരമായാണ് ഈ ചൈനാമാൻ കളം വിട്ടത്. 7 വർഷത്തിനു ശേഷമാണ് അദ്ദേഹം അന്താരാഷ്ട്ര T20യിൽ ഒരു കളിയിൽ പ്ലെയർ ഓഫ് ദി മാച്ച് ആകുന്നത്. 2018 വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് അദ്ദേഹം അവസാനമായി ഈ നേട്ടം സ്വന്തമാക്കിയത്. ഏഷ്യാ കപ്പ് 2020യിലെ ഇന്ത്യയുടെ ഏറ്റവും മികച്ച 2ാമത്തെ സ്പെല്ലും കുൽദീപ് സ്വന്തം പേരിൽ കുറിച്ചു. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.